മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ പച്ചക്കള്ളം തായ്ക്കണ്ടി കുടുംബത്തിന്റെ അടിവേര് മാന്തുകയാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റിൽ അമ്മയുടെ പെൻഷൻ കാണാനില്ല. പിണറായിയുടെ ഈ പരസ്യ പ്രസ്താവനയോടെ ഭാര്യയും പ്രതിക്കൂട്ടിലായി. അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചാൽ തായ്ക്കണ്ടി കുടുംബം ഒന്നാകെ പ്രതിസന്ധിയിലാകും. നിരവധി അനധികൃത ഇടപാടുകൾ ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചാൽ കുടുംബം ഒന്നാകെ പെരുവഴിയിലാകുന്ന അവസ്ഥയുണ്ടാകും. ഇതോടെയാണ് എക്സാലോജിക്കും വീണ വിജയനും പിണറായിയുമൊക്കെ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. വീണ വിജയനെ SFIO ചോദ്യം ചെയ്യുമെന്നും പിന്നാലെ അറസ്റ്റ് ഉണ്ടാവുമെന്നും ഉറപ്പിച്ചതോടെയാണ് മുഖ്യനും മകളും കുടുംബവും പരക്കം പാച്ചിൽ ആരംഭിച്ചത്. കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസിന് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ച് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇതിനു പിന്നാലെ അറസ്റ്റുമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കി നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചേക്കും. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് CPM-ഉം പിണറായി വിജയനും പുറമെ നിലപാടെടുക്കുമ്പോഴാണ് ഉള്ളിൽ ആദ്യപൂണ്ടുള്ള ഈ പരക്കം പാച്ചിൽ. അതാണ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണയുടെ കമ്പനി ഹർജി നൽകിയത്. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പിണറായി വിജയൻ ഇപ്പോൾ സമനില തെറ്റിയ വ്യക്തിയെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. KSIDC നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. തന്റെ ഭാര്യയുടെ വിരമിക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തെളിവുകളുമായി കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് രംഗത്തെത്തിയിരുന്നു. എക്സാലോജി കമ്പനിയുടെ 2021-22 ബാലൻസ് ഷീറ്റിൽ ഓഹരി മൂലധനമായി കാണിച്ചിരിക്കുന്നത് 10,000 രൂപയുടെ 10 ഓഹരികളായി 1 ലക്ഷം രൂപയാണ്. വീണ വിജയൻ മാത്രമാണ് ഇതിന്റെ ഷെയർ ഹോൾഡർ. ഇതുകൂടാതെ 78.47 ലക്ഷം രൂപ ഏക ഡയറക്ടറായ വീണയിൽ നിന്നും ദീർഘകാല വായ്പയായി കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഈ തുകയുടെയും സോഴ്സ് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടി വരും. ഇതൊക്കെയാണ് വലിയ കുരുക്കിലേക്ക് തായ്ക്കണ്ടി കുടുംബത്തെ എത്തിച്ചിരിക്കുന്നത്. അമ്മയുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്ന് നൽകിയതാണ് ഈ തുകയെങ്കിൽ കൈമാറിയതിനുള്ള ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് കുടുംബത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ അലോസരങ്ങൾ തായ്ക്കണ്ടി കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേസിൽ കോടതിയിൽ നിന്നും ആശ്വാസം തേടുന്നത്. ഏതായാലും വീണയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ അതിശക്തമായി എതിർക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. CMRൽ എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ CMRന്റെ ഓഫീസിലും ഓഹരി പങ്കാളിയായ KSIDCയുടെ ഓഫീസിലും എത്തിയ സംഘം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എക്സാലോജിക്കിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹർജി. എന്നാൽ കർണാടകയിലെ ഓഫീസ് പൂട്ടി കമ്പനി ഡോർമെന്റ് ചെയ്ത സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതി ഈ ഹർജി തള്ളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിന്റെ അഡ്രസ്സിലും. ബംഗളൂരുവിലായിരുന്നു എക്സാലോജിക്കിന്റെ പ്രവർത്തനമെങ്കിലും നിലവിൽ കമ്പനി പ്രവർത്തിക്കാത്തതുകൊണ്ടും കമ്പനിയുടെ ബംഗളൂരുവിലെ ഓഫീസ് പൂട്ടിയതും ഹർജി തള്ളാൻ കാരണമായേക്കും. ബംഗളൂരുവിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി 2022-ൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനാൽ ഏക ഡയറക്ടറായ വീണയുടെ പക്കൽ നിന്ന് മാത്രമേ ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്നലെ വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി വഴിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. സ്റ്റേ ആവശ്യമുന്നയിച്ച് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയ KSIDCയോട് രേഖകൾ നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മാസം 12-ന് ഹർജി വീണ്ടും പരിഗണിക്കും. CMRL കമ്പനിയിൽ 1.05 കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് KSIDCക്കുള്ളത്. എന്നാൽ SFIO അന്വേഷണത്തിനെതിരെ 2 ദിവസം കേസ് നടത്തിയതിന് മാത്രം KSIDCക്ക് ചെലവ് 1/2 കോടി രൂപയാണ്. സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് 2 സിറ്റിംഗിലും KSIDCക്ക് വേണ്ടി ഹാജരായത്. എന്തായാലും കർണാടക ഹൈക്കോടതി ഹർജി തള്ളാനാണ് സാധ്യതയെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ SFIO എത്രയും വേഗം നടത്തുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇതിനു പിന്നാലെ അറസ്റ്റും ഉറപ്പിച്ചു കഴിഞ്ഞു. SFIO അറസ്റ്റ് ചെയ്താൽ ഇതിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും CBIയുടെ അന്വേഷണവും ഉണ്ടാകും. ഈ ഏജൻസികൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും പിണറായി വിജയൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ വീണ വിജയന്റെ അറസ്റ്റ് CBIയോ EDയോ നടത്തിയാൽ അടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനെ രൂപപ്പെടുത്തി അന്വേഷണത്തെ ഏത് വിധേനയും അട്ടിമറിക്കാനുള്ള ശ്രമം പിണറായി വിജയനും സംസ്ഥാന സർക്കാരും വീണ വിജയനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.